ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീനച്ചാറാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 1 കിലോയോളം കുടുതമീൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഇതേപോലെ കഷ്ണങ്ങളാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മീനച്ചാർ ഉണ്ടാക്കാനായിട്ട് നോക്കിയാലോ. അതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് മീനച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം മീനിനെ ഇതേപോലെ കണ്ടില്ലേ, ഇതേപോലെയുള്ള കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞ് വയ്ക്കണം. അതിനുശേഷം നമുക്കിതിലേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. മീനച്ചാറിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആദ്യം ഈ മീനിൽ മസാലയൊക്കെ പുരട്ടി ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മീനിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ച് കൊടുക്കാം, ഏകദേശം 1 ടേബിൾ സ്പൂണോളം വിനാഗിരി കേട്ടോ. ഇനി ഇത് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം മീനിൽ നല്ലപോലെ മസാലയെല്ലാം പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഒരു 30 മിനിറ്റ്, ഏകദേശം അരമണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്യാനായിട്ട് നോക്കാം. ഒന്നില്ലെങ്കിൽ നോർമൽ ടെമ്പറേച്ചറിൽ തന്നെ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി, അല്ലെങ്കിൽ പിന്നെ ഫ്രിഡ്ജിൽ വെക്കുക. ഞാനിപ്പോൾ നോർമൽ ടെമ്പറേച്ചറിലാണ് മീനിൽ മസാല ഒക്കെ പിടിക്കാനായിട്ട് വെക്കുന്നത് കേട്ടോ. അപ്പം മീനിൽ മസാല പുരട്ടി വെച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മീനെടുത്ത് ഫ്രൈ ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചീഞ്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമ്മൾ മസാല പുരട്ടി വെച്ചിട്ടുള്ള മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാനായിട്ട് നോക്കാം. ഈ മീൻ കഷ്ണങ്ങൾ 2 സൈഡും ആവുന്നതിനനുസരിച്ച് ഇതുപോലെ ഇളക്കി കൊടുത്ത് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. എപ്പോഴും മീൻ വറുത്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നല്ല പോലെ മുരിച്ചെടുക്കണം. അത് വെച്ചിട്ട് കരിഞ്ഞു പോരുത്, നല്ല പോലെ മാംസം മുറുക്കം വരണം. അപ്പോൾ അതുപോലെ വേണം നമ്മൾ എടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ള മീൻ കഷ്ണങ്ങളെല്ലാതും മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഞാനിത് വെളിച്ചെണ്ണയിൽ നിന്ന് കോരിയെടുക്കുകയാണ് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ മീനച്ചാറിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന കാരണമാണ് ഇതുപോലെ മുരിച്ചെടുക്കാനായിട്ട് പറയുന്നത് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള മീനും ഇതേപോലെ ഫ്രൈ ചെയ്തതിന് ശേഷം ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ മീനെല്ലാതും ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അച്ചാറിലേക്കുള്ള ബാക്കി കാര്യങ്ങൾ ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു മിക്സിയുടെ ജാർ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 3 പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് 2 ഉണ്ട വെളുത്തുള്ളി അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് നോക്കാം. ഇനി ഇതിലേക്ക് വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം. ഞാനിപ്പോൾ ഏകദേശം കണ്ടില്ലേ, ഈ ഒരു പാത്രം കൊണ്ട് ഇത്രയും വേപ്പില എടുത്തിട്ടുണ്ട്. നമ്മുടെ മീനച്ചാറിലേക്കൊക്കെ വേപ്പില എത്ര ഇടുന്നോ അത്രയും ടേസ്റ്റാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇത്ര വേപ്പില ഇട്ടിട്ടാണ് ആദ്യം അരച്ചെടുക്കുന്നത്. ഇപ്പോൾ അരച്ചെടുക്കുന്നതിനനുസരിച്ച് ബാക്കിയെല്ലാ വേപ്പിലയും കുറേശ്ശെ ഇട്ടിട്ട് അരച്ചെടുക്കും കേട്ടോ. അപ്പോൾ അത് അരച്ചതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ വേപ്പില കുറേശ്ശെ ഇട്ടിട്ട് അരച്ചെടുത്ത് വെച്ചിട്ടുള്ളതാണിത്. കുറച്ച് വെള്ളത്തിൽ വേണം, പരമാവധി കുറച്ച് വെള്ളത്തിൽ വേണം അരച്ചെടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഇത് അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അച്ചാറുണ്ടാക്കാനുള്ള ബാക്കി കാര്യങ്ങൾ ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഇതേ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നേരത്തെ മീൻ വറുത്ത് വെച്ചിട്ടുള്ള വെളിച്ചെണ്ണയായിരുന്നു, അപ്പോൾ അതാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഈ വെളിച്ചെണ്ണയിലാവുമ്പോൾ നമ്മൾ മീൻ വറുത്തതിൻ്റെ ആ മസാലയുടെ ഒരു ഫ്ലേവറും എല്ലാതും ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആ വെളിച്ചെണ്ണ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ആ ഒരു പേസ്റ്റ് ഇല്ലേ, അതിട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് ഇളക്കി കൊടുക്കാം കേട്ടോ.
നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി അതൊക്കെ ഇല്ലേ, അതൊക്കെ നല്ലപോലെ മൂത്ത് വരണം. അപ്പോൾ അതുവരെ നമുക്ക് ഇത് കണ്ടിന്യൂസ്ലി ഇളക്കി കൊടുക്കാം കേട്ടോ. ഞാനിതിലേക്ക് കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി, 1/4 ടീസ്പൂൺ ഉലുവപ്പൊടി, എന്നിട്ട് ഇത് നല്ലപോലെ ഇളക്കി കൊടുക്കുക. നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള മുളക് പൊടിയൊക്കെ മൂത്ത് വരണം. അപ്പോൾ അത് വെറുതെ കണ്ടിന്യൂസ്ലി ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ പൊടികളെല്ലാതും മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പോളം വിനാഗിരി ഒഴിച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പം ഞാൻ 1 കപ്പ് വിനാഗിരി ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് പുളിയുടെ അളവൊക്കെ നോക്കി കുറവാണെങ്കിൽ എക്സ്ട്രാ വിനാഗിരി നമുക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇനി ഈ മസാലയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. നമ്മൾ മീനിൽ ഉപ്പിട്ടിട്ടാണ് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്, അതുകൊണ്ട് മസാലയിലേക്ക് മാത്രമുള്ള ഉപ്പിട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് വറുത്ത് വെച്ചിട്ടുള്ള മീൻ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ കൂടുതൽ തന്നെ ആവണമെന്നില്ല. മീൻ എന്ത് മീനെല്ലാം കുഴപ്പമില്ല. ഇതിപ്പോൾ ചെമ്മീനാണെങ്കിലും കുഴപ്പമില്ല. അതുപോലെ തന്നെ ഏത് മീൻ വെച്ചിട്ടാണെങ്കിലും നമുക്ക് ഈ ഒരു മസാലയിൽ നമുക്ക് അച്ചാറുണ്ടാക്കാം കേട്ടോ. ഈ ടൈമിൽ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള ഉപ്പിൻ്റെയും പുളിയുടെ എല്ലാം അളവ് കറക്റ്റില്ലേ നോക്കുക. ഞാൻ നോക്കിയപ്പോൾ അതൊക്കെ കറക്റ്റ് തന്നെയാണ്. പുളി കുറവാണെങ്കിൽ ഈ ടൈമിൽ കുറച്ചും കൂടി വിനാഗിരി ഒഴിച്ച് കൊടുക്കുക. ഉപ്പും കുറവാണെങ്കിൽ ഈ ടൈമിൽ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് വെളിച്ചെണ്ണൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെഡി പുളി അച്ചാറാണ്. ഇതിപ്പോൾ കുറച്ച് ദിവസം, ഒരു 10-15 ദിവസത്തോളം ഇതിങ്ങനെ ഇരിക്കണം. അപ്പോഴാണ് ആ മീനിലേക്ക് മസാല നന്നായി പിടിക്കുള്ളൂ കേട്ടോ. അങ്ങനെ കഴിക്കുമ്പോൾ അച്ചാറിന് നല്ലൊരു ടേസ്റ്റാണ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ അച്ചാർ ഉണ്ടാക്കി നോക്കി നോക്കണം. കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അച്ചാറാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ബട്ടണടുത്തുള്ള ബെല്ലൈക്കനെ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വരുന്ന ഓൾ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.